മികച്ച മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എൻ പ്രഭാകരൻ ഏറ്റുവാങ്ങി. കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം കെ.പി. രാമനുണ്ണിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. എൻ പ്രഭാകരന്റെ കണ്ണൂർ ധർമ്മടത്തെ വീട്ടിൽ വെച്ചായിരുന്നു പുരസ്കാരം നൽകിയത്. ചെറുകഥാകൃത്തും നോവലിസ്റ്റും കവിയുമായ എൻ പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് എഴുത്തുകാരന് ധർമ്മടത്തെ വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിച്ചത്. തന്റെ എഴുത്തുകൾക്ക് ലഭിക്കുന്ന സാമൂഹിക അംഗീകാരത്തിന്റെ ഭാഗമായാണ് പുരസ്കാരത്തെ കാണുന്നതെന്ന് എൻ പ്രഭാകരൻ പറഞ്ഞു. അക്കാദമി അവാർഡിനെയും എല്ലാ അവാർഡുകളെയും ഫെലോഷിപ്പിനെയും പുരസ്കാരത്തെയും എല്ലാം സാമൂഹ്യ അംഗീകാരത്തിൻ്റെ ഒരു രൂപം എന്ന നിലക്കാണ് ഞാൻ കാണുന്നത്. ഈ അവാർഡിനെയും ഞാൻ ആ രീതിയിൽ ആദരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യത്തെ ഞാൻ ആ രീതിയിൽ അംഗീകരിക്കുന്നു. അത് ലഭിച്ചതിൽ വളരെ സന്തോഷം. സത്യസന്ധതയും സൗന്ദര്യവും ഒരുപോലെ ലയിച്ചു ചേർന്ന രചനയാണ് എൻ പ്രഭാകരന്റേതെന്ന് കെ.പി. രാമനുണ്ണി പ്രതികരിച്ചു. എഴുത്തിന്റെ സത്യത്തിനോടുള്ള പ്രതിബദ്ധത അത് മറ്റൊരു കാര്യത്തിനു വേണ്ടി പ്രഭാകരൻ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കില്ല. അതിനിപ്പോ കാലത്തിന്റെ ഫാഷന് വേണ്ടിയിട്ടാണെങ്കിലും പ്രചാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മാർക്കറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു കലയുടെ സൗന്ദര്യം സത്യം പോലെ പ്രധാനമാണല്ലോ, അതും മൂപ്പർക്ക് പ്രശ്നം. പക്ഷേ പ്രഭാകരന്റെ എഴുത്തിന്റെ സൗന്ദര്യം സത്യത്തിന്റെ പ്രതിബദ്ധത, സത്യത്തോടുള്ള പ്രതിബദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മായാമനുഷ്യർ എന്ന നോവൽ 2019 ഓടക്കുഴൽ പുരസ്കാരവും നേടിയിരുന്നു. 1 ലക്ഷവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ന്യൂസ് മലയാളം, കണ്ണൂർ.